Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇന്ന് നമുക്ക് സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖ്റബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون قل പറയുക, പ്രവാചകരെ അങ്ങ് പറയുക, തഅലൗ നിങ്ങൾ വരിൻ, അത്ലു ഞാൻ ഓതിക്കേൾപ്പിച്ചു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ളത് എന്നും ആശയാർത്ഥം പറയാം. മാ ഹറമ അലൈക്കും റബ്ബുക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കാളിയാക്കിക്കൂടാ എന്നതാണത്. വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കളോട് ഏറ്റവും ഉത്തമമായ വിധത്തിൽ വർത്തിക്കണമെന്നും, വലാ തഖ്തുലു ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുതെന്നും, മിൻ ഇംലാഖിൻ ദാരിദ്ര്യം കാരണമായി, നഹ്നു നാം ആകുന്നു, നർസുഖുക്കും നിങ്ങൾക്ക് അന്നം നൽകുന്നത്, അവർക്കും, വ ഇയ്യാഹും അവർക്കും, വലാ തഖ്റബു അൽ ഫവാഹിഷ മ്ലേച്ഛ വൃത്തികളോട് അടുക്കരുത്, മാ ലഹറ മിൻഹാ വമാ ബതന അതിൽ പ്രത്യക്ഷപ്പെട്ടതിനോടും പരസ്യമായതും രഹസ്യമായതുമായ, പ്രത്യക്ഷത്തിലുള്ളതും സ്വകാര്യമായതുമായ മ്ലേച്ഛ വൃത്തികളോട് അടുക്കരുത്. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു അല്ലാഹു വിശുദ്ധമാക്കിയ ജീവനെ കൊല്ലരുത്, അല്ലാഹു പവിത്രമാക്കിയ ജീവനെ കൊല്ലരുത്, ഇല്ലാ ബിൽ ഹഖ് ന്യായമായിട്ടല്ലാതെ, ന്യായമുള്ളതിനല്ലാതെ. ദാലിക്കും വസ്വാക്കും ബിഹി ദാലിക്കും അതൊക്കെയാണ്, വസ്വാക്കും അവൻ നിങ്ങൾക്ക് വസിയത്ത് തരുന്നത്, ബിഹി ആ കാര്യങ്ങളെ കൊണ്ട്, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്. എന്നോട് അർത്ഥം പറയാം. കുൽ ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അതിൻ്റെ കൽപ്പനയാണ് കുൽ താങ്കൾ പറയുക. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് താങ്കൾ പറയുക. തആലൗ തആലൗ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അറബികളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. തആലേ വര്, വാ എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുക. തആലൗ നിങ്ങൾ വരിൻ, നിങ്ങളെല്ലാവരും വരിൻ, അത്ലു മാ ഹറമ അലൈക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരാശയമാണല്ലോ അവിടെ കിട്ടുക. തആലൗ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും നിങ്ങളുടെ മേൽ നിങ്ങളുടെ റബ്ബ് ചുമത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം, അത് കേൾക്കാൻ വരുവിൻ, അഥവാ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. അത്തുലു തിലാവത്ത്, തലായത്തുലു പറഞ്ഞാൽ ഓതി കേൾപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാ തുശ്രികൂ ശിർക്ക് ചെയ്യരുത്, ബിഹി അവനെ കൊണ്ട്, ഷൈഅൻ യാതൊന്നിനെയും, അവനിൽ യാതൊന്നിനെയും പങ്കാളികളാക്കരുത്.
വബിൽ വാലിദൈനി ഇഹ്സാനൻ, പിന്നെ ചെയ്യേണ്ടത് മാതാപിതാക്കളോട് ഉത്തമമായ നിലയ്ക്ക് വേണം പെരുമാറുവാൻ. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ, കുട്ടികളെ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നാമാണ് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത്. വലാ തഖ്റബുൽ ഫവാഹിഷ, മ്ലേച്ഛവൃത്തികളോടടുക്കരുത്. മാ ലഹറ മിൻഹ, അതിൽ പ്രത്യക്ഷമായതും, വമാ ബത്വന, പരോക്ഷമായതും, രഹസ്യവും പരസ്യവും ആയ. വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്, അൻ നഫ്സ, ജീവനെ, അല്ലത്തി ഹറമല്ലാഹു, അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വിശുദ്ധമാക്കിയിട്ടുണ്ട്, ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ. ദാലിക്കും വസ്വാക്കും ബിഹി, അതൊക്കെയാകുന്നു അവൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നത്, ഉപദേശിക്കുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്. വളരെ വ്യക്തമാണ്, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. 10 വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, 10 വിഷയങ്ങൾ. ഓരോന്നും എണ്ണി നോക്കേണ്ടതാണ് നമ്മൾ എന്തൊക്കെയാണ്. അപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക. ഇതിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് അറിയാത്തതായിട്ടില്ല, എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓരോന്നും ഒരുപാട് വിശദീകരിക്കാനുള്ളതുമാണ്. ഇതിലെന്തൊക്കെയാണ് 10 കാര്യങ്ങളെന്നോ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് അള്ളാഹ് പറഞ്ഞ 10 കാര്യങ്ങൾ? ഒന്ന്, അല്ലാ തുശ്രികു ബിഹി ഷൈഅൻ, ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല, മഹാപാപമാണ്. അള്ളാഹുവിന് തുല്യമായിട്ട് മറ്റെന്തെങ്കിലും അവൻ്റെ സത്തയിലോ അവൻ്റെ വിശേഷണങ്ങളിലോ അല്ലെങ്കിൽ അവൻ്റെ അഅ്മാലുകളിലോ അവൻ്റെ അഹ്കാമുകളിലോ, അഅ്മാല് അഹ്കാമ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ, അവൻ്റെ പ്രവർത്തനങ്ങളിലോ അവൻ്റെ വിധികളിലോ അവൻ്റെ വിശേഷണങ്ങളിലോ അവൻ്റെ ദാത്തിലോ അല്ലെങ്കിൽ അവൻ്റെ സത്തയിലോ മറ്റൊരാൾ അതുപോലെയുണ്ടെന്നോ സമന്മാരുണ്ടെന്നോ ഒന്നും വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ പറയാനോ പാടില്ല. ഒന്നാമത്തെ അതാണ്, അല്ലാ തുശ്രികു ബിഹി ഷൈഅൻ. 2, വബിൽ വാലിദൈനി ഇഹ്സാനൻ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയുന്ന ഗൗരവപ്പെട്ട വിഷയമാണ്. 3-ാമത്തേത്, വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ, ദാരിദ്ര്യഭയത്താൽ മക്കളെ കൊല്ലരുത്. 4-ാമത്തേത്, വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്വന, രഹസ്യവും പരസ്യവുമായ മ്ലേച്ഛവൃത്തികളോട് അടുക്കരുത്. 5-ാമത്തേത്, വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ബിൽ ഹഖ്, അള്ളാഹു വിശുദ്ധമാക്കിയ ജീവനെ ന്യായത്തിന് വേണ്ടി അല്ലാതെ അന്യായമായി കൊല്ലരുത്. അത് മനുഷ്യജീവൻ മാത്രമല്ല, ഒരു ജീവനെയും ആവശ്യമില്ലാതെ കൊല്ലാൻ പാടില്ല. 6-ാമത്തേത്, വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു, അത് യതീമുകളുടെ, അതിൽ വന്നില്ല അല്ലേ, അത് അതിൽ വന്നതല്ല, അതേ പെടൂല. പിന്നെ അടുത്തത്, വലാ തഖ്റബുൽ, അത് കഴിഞ്ഞു. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. അത്രയുള്ളൂ. അപ്പോൾ എത്ര 9 അല്ലേ? 1, അത്തുലു മാ ഹറമ അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖു വലാ തഖ്റബുൽ ഫവാഹിഷ വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. 8 കാര്യങ്ങളാണ്. പിന്നെ അടുത്തതിലാണ് മറ്റേത് വന്നിട്ടുള്ളത്. അടുത്ത 152-ാമത്തെ ആയത്തുണ്ട്, അതിനോട് ചേർന്ന് തന്നെ, വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു, പിന്നെ വൗഫുൽ കൈല വൽ മീസാൻ വഇദാ ഖുൽതും ഫഅദിലു വബി അഹദില്ലാഹി ഔഫു, അതാണ് വബി അഹദില്ലാഹി ഔഫു. അപ്പോൾ 10 ആയില്ലേ? 7 8 കൂടിയാണ് വൗഫുൽ കൈല വൽ മീസാൻ. അതിൽ 7 വന്നു 8 വന്നു, അങ്ങനെ 10 കാര്യങ്ങളാണ്. അപ്പോൾ 1, ശിർക്ക് ചെയ്യരുത്. 2, മാതാപിതാക്കളുടെ ഉത്തമ നിലയിൽ വർത്തിക്കുക. 3, മക്കളെ കൊല്ലരുത്. 4, മ്ലേച്ഛവൃത്തികളോട് അടുക്കരുത്. 5, അള്ളാഹു വിശുദ്ധമാക്കിയ ജീവനെ വധിക്കരുത് ന്യായമായിട്ടല്ലാതെ. 6, യതീമുകളുടെ സ്വത്തിനോട് അടുക്കരുത്. 7 8 ഔഫുൽ കൈല വൽ മീസാൻ, അളവും തൂക്കവും. 9-ാമത്തേത്, വൈദാ ഖുൽതും ഫഅദിലു, ന്യായമായ വർത്താനം പറയണം. വബി അഹദില്ലാഹി ഔഫു. 10-ാമത്തേത്, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറുകളെ പൂർത്തീകരിക്കുക. ഇത്രയും 10 കാര്യങ്ങളാണ് 151 152 സൂക്തങ്ങളിലായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതൊരുപാട് വിശദീകരിക്കാനുള്ളതാണ്, ഞാനതിന് തുനിയുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം. ഇനി ഓരോന്നും വിശദീകരിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. ഇപ്പോൾ 151 നമ്മൾ പറഞ്ഞത് ചെറിയ വിധത്തിൽ നാളൊന്നും വിശദീകരിക്കും, ഒരുപാടൊന്നും പറയേണ്ടതില്ല.
ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അവസാനിപ്പിക്കാം. അള്ളാഹു തുണക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തിരി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ്. എല്ലാ ഖുർആൻ പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ഒരു കാര്യം മാത്രമല്ല, ഈ ഷിർക്കിൻ്റെ കാര്യം മാതാപിതാക്കളോട് അത് ഏറ്റവും കൂടുതൽ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുകയും നമ്മളോട് വിരോധിച്ചിട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഈമാനുള്ള മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾക്കും എന്നും അവൻ ഹിദായത്ത് നൽകുമാറാവട്ടെ. കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും എന്നും ഹലാലായ മഈശത്ത് നൽകി നാഥ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വൽഹംദുലില്ലാഹി റബ്ബിൽ